വയനാട്ടിൽ എന്തൊക്കെ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്? ഒരു പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷമാണോ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത് അനീസ് അലി, അതോ അദ്ദേഹത്തെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തതിനു ശേഷം പെട്ടെന്ന് കൊണ്ടുവരാൻ പുത്തൂർ വയലിലെ AR ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു അതിനുശേഷം എറണാകുളത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്? അതോ പുത്തൂർ വയലിലും ഒരു പ്രാഥമിക ഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിട്ടുണ്ടോ? തീർച്ചയായും നിഷാദ്, നിലവിൽ അറസ്റ്റിലായത് മുതൽ തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്, കസ്റ്റഡിയിലായത് മുതൽ തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നത് ഇന്നലെ രാത്രിയാണ്. എറണാകുളം സെൻട്രൽ പോലീസ് നേരിട്ടെത്തിയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം പിന്നീട് വളരെ വേഗത്തിൽ തന്നെ പുത്തൂർ വയലിലുള്ള AR ക്യാമ്പിൽ എത്തിച്ച് അദ്ദേഹത്തെ ഇതുവരെയും ചോദ്യം ചെയ്യുകയായിരുന്നു. എന്തായാലും അതിനുശേഷം അദ്ദേഹത്തിന്റെ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് സ്ഥിരീകരിക്കാനാവും. അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ നിന്ന് AR ക്യാമ്പിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്, എറണാകുളത്തേക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ നിന്ന് അതിവേഗതയിൽ പോലീസ് ഈ വാഹനത്തിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി. പക്ഷെ അത് എറണാകുളത്ത് എത്തിക്കുന്നതിന് മുമ്പ് മറ്റെവിടെയെങ്കിലും കയറുമെന്നോ അല്ലെങ്കിൽ വയനാട്ടിൽ തന്നെ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നോ സൂചനകളില്ലായിരുന്നു. പോലീസിന് ഈ ഘട്ടത്തിൽ പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. കാരണം മാധ്യമങ്ങൾ നിൽക്കുന്ന മുഖ്യവാതിൽ ഒഴിവാക്കിയാണ് മറ്റൊരു വഴിയിലൂടെ പിറകിലൂടെയാണ് AR ക്യാമ്പിന്റെ പിറകിലെ വാതിൽ വഴിയാണ് അദ്ദേഹത്തെ കടത്തിക്കൊണ്ടുപോയത്. പോലീസ് ജീപ്പിൽ വളരെ വേഗത്തിൽ മാധ്യമങ്ങളിൽ നിന്ന് മറച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ഒരു ശ്രമം പോലീസിൽ നിന്ന് ഉണ്ടായി എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ എവിടേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുള്ളത് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന വിവരങ്ങൾ നമുക്ക് ശരണെല്ലാം പറയുന്നതനുസരിച്ചും പോലീസിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചും എറണാകുളത്ത് കൊണ്ടുപോവുക, വളരെ വേഗത്തിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നാണ് പോലീസ് ലക്ഷ്യം വെക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിനെ ഈ ഘട്ടത്തിൽ പലതരത്തിൽ നമുക്ക് അഭിനന്ദിക്കാൻ കഴിയും. കാരണം ഈ ഒരു പരാതി വന്നപ്പോൾ തന്നെ ഒരു താമസവും ഇല്ലാതെ അദ്ദേഹത്തിന്റെ വലിയ ചാരിറ്റി പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് സംരംഭങ്ങളോ അദ്ദേഹം നടത്തുന്ന അദ്ദേഹത്തിന്റെ പ്രശസ്തിയോ ഒരു ഘടകമായി കാണാതെ പോലീസ് വളരെ വേഗത്തിലുള്ള നടപടികൾ എടുത്തു എന്നത് അഭിനന്ദനീയമാണ്. കാരണം അദ്ദേഹത്തെ ഈ പരാതി വന്ന ഉടനെ തന്നെ എറണാകുളത്ത് നിന്ന് അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിന്റെ 1000 ഏക്കർ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ അദ്ദേഹം ഉണ്ട് എന്ന് മനസ്സിലാക്കിയതോടുകൂടി വയനാട് പോലീസിനെ പോലും അറിയിക്കാതെ എറണാകുളം സെൻട്രൽ പോലീസ് നേരിട്ടെത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നു. അതിനുശേഷം ഇവിടെ AR ക്യാമ്പ്, അതായത് മേപ്പാടിയിൽ നിന്ന് കൽപ്പറ്റയിലേക്കുള്ള വഴിയിലാണ് ഈ പുത്തൂർ വയലുള്ളത്. പുത്തൂർ വയലിലെ AR ക്യാമ്പിൽ ഇതുവരെയും അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്ന് അദ്ദേഹത്തെയുമായി പോലീസ് വാഹനം പോയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് എറണാകുളത്തേക്ക് തന്നെയാണ് വാഹനം പോയിട്ടുള്ളത് എന്നാണ്. എറണാകുളത്തെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അദ്ദേഹത്തെ കുറച്ചുകൂടി ചോദ്യം ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷമാണ് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുക. അദ്ദേഹത്തിന് നിലവിൽ വകുപ്പുകൾ ചേർത്തിട്ടുള്ളത് ജാമ്യമില്ലാ വകുപ്പാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള വകുപ്പായിട്ടുള്ളത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പ് ചേർത്തുകൊണ്ടാണ് ആദ്യം തന്നെ കേസെടുത്തത്. ഹണി റോസിന്റെ പരാതിയാണ് നിലവിൽ ഒരു പരാതിയായി പോലീസിന് മുമ്പിലുള്ളത്. അതേസമയം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ നിരീക്ഷിക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ, അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അത് നിരന്തരം കാണുന്ന ആളുകൾ, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി ഇപ്പോൾ നിലവിൽ വന്നത് ഹണി റോസിന്റെ മാത്രമാണെങ്കിലും അദ്ദേഹം ഈ രംഗത്ത് ആദ്യത്തെ സംഭവമല്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തായാലും അദ്ദേഹത്തിന് ഹണി റോസിന്റെ പരാതി ലഭിച്ചപ്പോൾ തന്നെ വളരെ വേഗത്തിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും പോലീസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ എറണാകുളത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിനു ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. റിമാൻഡ് ഉണ്ടാകുമോ എന്ന കാര്യമാണ് ഇനിയിപ്പോൾ മലയാളികൾ ഉറ്റുനോക്കുന്നത്. ഏതായാലും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ഒരു വിസമ്മതവും കാണിച്ചില്ല, അല്ലെങ്കിൽ ഒരു വൈമനസ്യവും കാണിച്ചില്ല. അതിന് ഭരണതലത്തിൽ തന്നെ പോലീസിന് വലിയ പിന്തുണ ഉണ്ട് എന്ന് മനസ്സിലാകും വിധമാണ് പോലീസിന്റെ വളരെ വേഗത്തിലുള്ള നടപടികൾ എന്ന് കാണാൻ കഴിയും. പോലീസ് പല കാര്യങ്ങളിലും പല വിഷയങ്ങളിലും അമാന്തം കാണിക്കുകയും വൈമനസ്യം കാണിക്കുകയും അല്ലെങ്കിൽ ഒരു സാവകാശം കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഈ കാര്യത്തിൽ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു എന്ന സൂചനകൾ വന്നപ്പോൾ അതിന് പോലും ഇടം നൽകാത്ത വിധം അതിവേഗതയിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും ജാമ്യം നിഷേധിച്ചുകൊണ്ട് കസ്റ്റഡിയിലെടുക്കുന്നു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്കുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ജാമ്യം നിഷേധിക്കപ്പെടുകയും കോടതിയിൽ ഹാജരാക്കുന്ന അദ്ദേഹത്തെ ജയിലിൽ റിമാൻഡ് ചെയ്യുക എന്നതാണ് സംഭവിക്കാനുള്ളത്. അതിൽ അപ്പുറം എന്തെങ്കിലും ഒരു കാര്യം അസ്വാഭാവികമായി സംഭവിക്കുമെന്ന് ഈ ഘട്ടത്തിൽ വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്.